ഹലോ ഗേസ്, നിഹാരപുഴയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കുക്കു ഞാനും മീനും കൂടി ബീച്ചിലേക്കൊന്ന് പോവേണ്ട. അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ട് ബീച്ചൊക്കെ എത്തി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ്. മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് അധികം തിരക്കില്ലാത്ത ബീച്ചാണ്. തിരക്കില്ലാന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പോയ ബീച്ചിൻ്റെ പേര് രത്തേശ്വരി ബീച്ചാണ്. ചെറായി അതിനിപ്പുറത്തുള്ള ബീച്ചാണ്. ചെറായി ഭയങ്കര തിരക്കായിരിക്കുള്ളൂ സ്കൂട്ടൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് രണ്ടുപേരും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കടലിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അധികം ഒന്നും ഇറങ്ങിയില്ല, ചെറിയ രീതിയിൽ തിരകൾ വരുമ്പോൾ ഇങ്ങോട്ടേക്ക് പോരും. വലുതായിട്ടൊന്നും ഇറങ്ങിയില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി തിരിച്ചിങ്ങാട് പോരും. ഇങ്ങോട്ട് കടൽ എന്ത് ഭംഗിയാളെ കാണാനായിട്ട് നോക്കിയേ. അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു ഇത് വരുന്നുണ്ട്, അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. നോക്കിയാൽ കുക്കൊക്കെ അവിടെ ഇരുന്ന് ജസ്റ്റ് അങ്ങാടും ഇങ്ങാടും ഞങ്ങൾ ഒന്ന് ഓടി ഇങ്ങാടേക്ക് വരെയാണ്. രണ്ടുപേരും കൂടി ഓടി തിരിച്ച് ഞാൻ വരെയാണ്. സന്തോഷമായിട്ടേ ചിരിക്കലൊക്കെയാണ്, നല്ല സന്തോഷത്തിൽ. വീണ്ടും ഒന്നുകൂടി ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പോവേണ്ട. നല്ല രസമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഇറങ്ങി കുക്ക് നല്ല സന്തോഷവതിയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഴുതണണ്ട, ഞാനപ്പം എഴുതിയപ്പോൾ ഇപ്പോൾ വന്ന് മാഞ്ഞു പോട്ടത്. എഴുതുമ്പോൾ തന്നെ മാഞ്ഞു പോട്ടാന്ന് പറഞ്ഞേ, എഴുതി തീരണേക്കാളും മാഞ്ഞു പോയി. എന്നിട്ട് വീണ്ടും ഒന്ന് ഞങ്ങൾ ഇറങ്ങിയാണ്. അങ്ങടെ പയ്യെ ഇറങ്ങിയാണ്. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വെള്ളം വരുമ്പോൾ ഞങ്ങൾ ചാടിയൊക്കെ കളിക്കോട്ടാ. രണ്ടുപേരും കൂടി ജസ്റ്റ് കുക്കപ്പം വീണ്ടും അവിടെ ഇരുന്ന് അങ്ങടെ അധികം ഇറങ്ങണില്ല. ജസ്റ്റ് തിരിക്കോളാവണുള്ളൂ, അങ്ങോട്ട് അധികം ഒന്നും ഇറങ്ങണമൊന്നുമില്ല. നല്ല രസമായിരുന്നു ബീച്ച്. പിന്നെ ഇത്തിരി കഴിയുമ്പോൾ തിര കൂടാൻ തുടങ്ങും. വൈകുന്നേരം ആകുമ്പോഴേക്കും തിരകൾ ശക്തി കൂടുമല്ലോ തിരകൾക്ക്. ഞങ്ങൾ അധികം ഒന്നും ഇറങ്ങാൻ നിന്നില്ല, ജസ്റ്റ് ഒന്ന് ഇറങ്ങി രസം, സന്തോഷം. രണ്ടുപേരും കൂടി. മീനാണ് വീഡിയോ എടുക്കണം. അടുത്തുള്ള നോക്കി മീനാണ് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കണേ കേട്ടോ. തിരയൊക്കെ വന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് തിരയൊക്കെ വന്നത് കേട്ടോ. സൂപ്പറായിട്ടാണ് തിരയൊക്കെ വന്നത്. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. നല്ല രസമായിരുന്നു മൊത്തത്തിൽ. കണ്ട വീഡിയോ ആ കടലിൽ മൊത്തം ഇങ്ങനെ നിൽക്കണ നോക്കിയാൽ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓടി അങ്ങനെ ഓടാന്ന് വെച്ചപ്പോൾ രണ്ടുപേരും കൂടി ഓടുകയാണ് വെറുതെ ജസ്റ്റ് ഒന്ന് ഓടുകയാണ്. അവിടുത്തെ പിള്ളേരൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ നല്ല ഉത്സാഹത്തിലാണ് കളിക്കുന്നത് ചെയ്യുന്നത്. പിള്ളേരെല്ലാവരും നല്ല സന്തോഷത്തോടെ കളിച്ച് സന്തോഷിക്കേണ്ട. സ്കൂൾ കൂട്ടൊക്കെ അല്ലേ, എല്ലാവരും നല്ല ഒരു സന്തോഷമാണ്. മീനപ്പം ഞങ്ങൾ വരുന്ന അങ്ങോട്ട് പോകണതൊക്കെ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തരികയാണ്. അതെ, വീണ്ടും ഇങ്ങനെ ഓടി വരികയാണ്. നോക്കിയാൽ ആ ഓടി വരുമ്പോൾ കടലിൻ്റെ ആ ഒരു ഭംഗി നോക്കി. അപ്പോഴാണ് ഞങ്ങൾ ഒരു കാഴ്ച കണ്ടത്. അവിടെ ഇത് വലിയിട്ടുണ്ടായിരുന്നു ഞണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അതല്ല കറക്റ്റായിട്ട് വലിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഞണ്ടൊക്കെ നോക്കി ഇഷ്ടംപോലെ ഞണ്ടുകളാണ് നോക്കി. ഞങ്ങൾ ആ ഞണ്ടിൽ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടോ. നല്ല ഞണ്ടായിരുന്നു. 1 കിലോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഞണ്ട് 1 കിലോ വാങ്ങിച്ച്. നല്ല ഞണ്ടായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ ഞണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. വേറെ ആൾക്കാരുകളൊക്കെ വരുന്നുണ്ട്. സമയമാകുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട ആൾക്കാരൊക്കെ. ജസ്റ്റ് പിള്ളേരുകളാണ് കൂടുതലും വരുന്നത് കാണാനായിട്ടേ. പിള്ളേരുകൾ കണ്ട് രസിക്കാൻ കടപ്പുറത്തുനിന്ന് പോകാനായിട്ടൊക്കെ എല്ലാവർക്കും സന്തോഷമല്ലേ. ഒന്ന് കണ്ട് കുളിക്കുക, ജസ്റ്റ് കാരണന്മാരെ കൂടി ഇറങ്ങണ്ട കേട്ടോ. വലിയ ആൾക്കാരും ഇറങ്ങുന്നുണ്ട്. ഉണ്ടാവും ഡാൻസ് കളിക്കുന്നൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങാടങ്ങാടൊക്കെ നടക്കേണ്ട. അപ്പോൾ വീഡിയോ ഒരിക്കൽ കൂടി പറയണില്ലായിരുന്നു, കാണാൻ ശ്രമിക്കുക. വീണ്ടും വലിക്കേണ്ട, ഇപ്പുറത്തുനിന്ന് വലിച്ചുകൊണ്ട് പോയി. അപ്പോഴത്തേക്കും ഞങ്ങൾ കടപ്പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ വീണ്ടും കയറിയപ്പോൾ വീണ്ടും ആ ചേച്ചി വലിച്ചുകൊണ്ടിരിക്കണം. കണ്ടില്ലേ, നല്ല ഇതായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചത്തിട്ടൊന്നുമില്ല ഞണ്ട്, പെടക്കണൊക്കെ ഞണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ നല്ല പെടക്കണ ഞണ്ടായിരുന്നു. വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ നല്ല ഞണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ പിള്ളേരുകൾ കളിക്കാൻ വന്നിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ബോളൊക്കെ കൊണ്ടുവന്ന് കളിക്കണം അവിടെ. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടീമായിട്ട് മാറിയിട്ടുള്ള കളിയുണ്ട്. അതിൽ ഞാൻ കാട്ടിത്തരാം, ഇതിലുണ്ടത് വീഡിയോ എടുത്തിട്ടുണ്ട്. 2 ടീമായിട്ട് നിന്നിട്ട് ആണ് ഇവർ ചെയ്യണത്. വലിയ ബോള്
ഫുട്ബോൾ ബോൾ ആണ് കൊണ്ട് നടക്കുന്നത്. ഞാൻ കുക്കപ്പനെ വിളിച്ചിട്ട് ഒന്നും കൂടി ഇറങ്ങാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ നിൽക്കണതേ ബോൾ കളിക്കണുണ്ടോ നോക്കിയാൽ തട്ടണത്. 2 ടീമായിട്ട് തിരിഞ്ഞിട്ടാണ് അവർ തട്ടണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്ന നിഹാരാസ് വ്ളോഗ്. ബൈ.